ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27 അധ്യായം 14 വാക്യം വായിക്കാം. കുറെ കഴിഞ്ഞിട്ട് അതിനു വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കുറെ കഴിഞ്ഞിട്ട് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് വിപരീതമായി അടിച്ചു. കൊടുങ്കാറ്റ്, ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകൾ, ജീവിതത്തിൽ വരുന്നതായ യാതനകൾ, ജീവിതത്തിൽ വരുന്നതായ അന്തഛിദ്രങ്ങൾ, ജീവിതത്തിൽ വരുന്നതായ അന്തസംഘർഷങ്ങൾ. കൊടുങ്കാറ്റ് പലപ്പോഴും ഹൃദയത്തിലാണ് കൊടുങ്കാറ്റ്. ഹൃദയത്തിൽ കൊടുങ്കാറ്റ്. ഇന്ന് ഗ്രഹിക്കുക, അന്തവിക്ഷോഭങ്ങൾ, അകത്തുള്ള വിക്ഷോഭങ്ങൾ, അന്തസംഘർഷങ്ങൾ ഇന്ന് മനുഷ്യനെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തുള്ള സംഘർഷങ്ങൾ പുറമേ കാണണമെന്നില്ല, ചിലപ്പോൾ പുറമേ കണ്ടു എന്ന് വരാം. ഒരു ചെറിയ കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടായിക്കെന്ന് വന്നാൽ നമ്മുടെ ബ്ലഡ് പ്രഷറിന്, നമ്മുടെ രക്തസമ്മർദ്ദം കൂടും, വ്യത്യാസം വരും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് ആകുലപ്പെട്ടാൽ, നിരാശപ്പെട്ടാൽ, മനസ്സിൽ പെട്ടെന്നൊരു ഇളക്കം തട്ടിയാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം കൂടും. അന്തസംഘർഷങ്ങൾ, ഇന്നർ കോൺഫ്ലിക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അകത്തുള്ള സംഘർഷങ്ങൾ അത് അനേകരെ ഇന്ന് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷങ്ങൾ, ഇത് പറഞ്ഞ സംഘർഷാത്മകമാണ് വാസ്തവത്തിൽ നമ്മുടെ പലരുടെയും ഹൃദയം. ജീവിതം മുഴുവൻ തന്നെ സംഘർഷാത്മകമാണ്. ഓരോ ദിവസവും എന്തെല്ലാം പുതിയ പുതിയ പ്രശ്നങ്ങളാണ് വന്ന് ചെയ്യുന്നത്. പുതിയ പുതിയ പ്രതിസന്ധികൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും കാണാം. ഇതില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദൈവമക്കൾക്ക്, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളവർക്ക്, നിങ്ങൾ അങ്ങനെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള അനേകം പേരുണ്ട്. അങ്ങനെ സമർപ്പിച്ചിട്ടുള്ളവർക്ക്, അവർക്ക് പോലും ചിലപ്പോൾ അന്തസംഘർഷങ്ങൾ വരും. അവർക്ക് പോലും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സ്ഫോടനാത്മകമായ അനുഭവങ്ങൾ വരും, പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങൾ വരും. മനസ്സ് വിങ്ങി പൊട്ടുമെന്ന് തോന്നും. കലശലായ ദുഃഖം വരാം, അല്ലെങ്കിൽ അപായങ്ങളെക്കുറിച്ചുള്ളതായ സൂചനകളാകാം, വലിയൊരു മാരകമായ രോഗം വന്നു എന്നുള്ളതാകാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്ന് കടന്നുപോയി എന്നുള്ളതാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷയിൽ തോറ്റു എന്നുള്ള അനുഭവത്തിൽ നിൽക്കുന്നതാകാം. ഏതെല്ലാം തരത്തിലുള്ളതായ അന്തക്ഷോഭങ്ങൾ, അന്തസംഘർഷങ്ങൾ, ഇതെല്ലാം കൊടുങ്കാറ്റുകളാണ്. കൊടുങ്കാറ്റ് ഹൃദയത്തിൽ ഊതിക്കൊണ്ടിരിക്കുന്നു. അത് ഹൃദയത്തിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാന്തസുന്ദരമായ ആ ഒരു അനുഭവമാണോ ഉള്ളത്? കുടുംബത്തിൽ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും, ഒരുപക്ഷെ വിദേശത്തിരുന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ടല്ലോ, എല്ലാവരും ഓർക്കൂ, നിങ്ങളുടെ ഉള്ളിൽ വാസ്തവമായ ശാന്തതയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ? ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തത നമുക്ക് വായിക്കാം. ശാന്തത, കൊടുങ്കാറ്റടങ്ങി, കൊടുങ്കാറ്റ് ശാന്തമായി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തതയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഹൃദയത്തിൽ ശാന്തതയുണ്ടോ? ഹൃദയം ഇളകിക്കൊണ്ടിരിക്കുകയല്ലേ? പ്രക്ഷുബ്ധമല്ലേ? വാസ്തവത്തിൽ ഇളകി മറിയുന്ന കടൽ പോലെ ഹൃദയം വിക്ഷുബ്ധമാണ്. മനസ്സിങ്ങനെ വല്ലാതെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് കുടുംബത്തിലുണ്ട് സ്വസ്ഥത? ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ കുടുംബങ്ങളിലും ഉണ്ട് ആപത്തുകൾ. ജീവിതം കത്താൻ വേണ്ടി സമർപ്പിച്ചവരുടെ കുടുംബങ്ങളിലും ഉണ്ട് ആപത്തുകൾ. അവർക്കുമുണ്ട് പ്രയാസങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിലും പ്രയാസം വരില്ല എന്ന് പറയാനൊക്കെ ഇല്ല. പക്ഷേ അവിടെ ഒരു ശാന്തത ഉണ്ടായിരിക്കും. ഈ ദുരിതങ്ങളുടെ മധ്യത്തിൽ ശാന്തത, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഒരു ശാന്തത ദൈവമക്കൾക്ക്. കാരണം കൂടെ ക്രിസ്തു ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തമായും ഒരു ശാന്തത കിട്ടുന്നതിന് വേണ്ടി ക്രിസ്തുവിൽ ആശ്രയിക്കണം. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ സമ്പാദിക്കണം. അത് വേറെ ആരും പറഞ്ഞല്ല കിട്ടേണ്ടത്, വേറെ ആരും സാക്ഷ്യപ്പെടുത്തിയുമല്ല കിട്ടേണ്ടത്. അവനവന് തന്നെ ഒരു ഉറപ്പ് കിട്ടും, വേണമെങ്കിൽ കിട്ടും. അത് ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ കിട്ടും. എങ്ങനെ? ഞാൻ എൻ്റെ പഴയ ജീവിതം ഉപേക്ഷിക്കുന്നു, എന്തെല്ലാം തെറ്റായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, തെറ്റായ പ്രവണതകളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, തെറ്റായ ചിന്താഗതികളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു,
തെറ്റായ മനോഭാവമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് ഒന്നേ ഒന്ന് മാത്രം മതി, എൻ്റെ യേശു വേണം. വാസ്തവമായും നമ്മുടെ ഹൃദയവാതിൽ നിന്ന് മുട്ടിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ യേശു ക്രിസ്തു അകത്ത് വരും. നിങ്ങൾക്ക് ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തന്നെ കിട്ടണം. ക്രിസ്തു അകത്ത് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ ആകുലങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ അപരാധികൾ മാറിപ്പോകും. രോഗവും പ്രയാസവും ഇത് പറഞ്ഞ കൊടുങ്കാറ്റ് പോലുള്ളതായ അനുഭവങ്ങളും വരുമ്പോൾ പോലും ശാന്തത നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു അത്ഭുത ശക്തി, അദൃശ്യ ശക്തി. അതാണ് ക്രിസ്തുവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് പ്രാപിക്കാം. നിങ്ങൾ ഒട്ടേറെ ആളുകൾ വന്നിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പ്രാപിക്കാം. ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിസ്തുവിനായിട്ട് എൻ്റെ ജീവിതം ഞാൻ വേർതിരിക്കുന്നു, മനസ്സറിഞ്ഞ് തെറ്റായ ഒരു വഴിയിലേക്ക് പോവുകയില്ല, എന്നെ ഇതുവരെയും നശിപ്പിച്ചുകൊണ്ടിരുന്ന സാത്താനോട് ഞാൻ ഇതാ യാത്ര പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിലൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ, ആ ഒരു തീരുമാനം നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾക്ക് തീർച്ചയായും യേശു ക്രിസ്തുവിനെ കിട്ടും നിങ്ങൾക്ക്. കാരണം ക്രിസ്തു എങ്ങനെയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചവനെ അനുഗ്രഹിപ്പാൻ കാത്തു നിൽക്കുകയാണ്. ക്രിസ്തു മനുഷ്യൻ്റെ ഉള്ളത്തിൽ പ്രവേശിച്ചവനെ നേർവഴിയിൽ നയിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തേക്ക് നിങ്ങൾ കൈക്കൊള്ളുക എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ലത്. നിങ്ങളുടെ എൻറ്റയർ ലൈഫ്, ടോട്ടൽ പേഴ്സണാലിറ്റി സമ്പൂർണ്ണമായും യേശു ക്രിസ്തുവിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുകയാണ്, മുഴുവനായി വിട്ടുകൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളിൽ നിന്ന് വേറൊരു ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആവശ്യക്കാരാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, ഇതുവരെ ജീവിച്ച മനുഷ്യനിതാ ഇവിടെ തീരുകയാണ്, ഇതുവരെ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യൻ്റെ ആയുസ് ഇവിടെ തീരുകയാണ്. കർത്താവേ, ഞാൻ ഈ പുതിയ മനുഷ്യനായി ജീവിക്കാൻ പോവുകയാണ്, ഒരു പുതിയ മനുഷ്യൻ. എന്നും കേൾക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ചെടുപ്പ് വരേണ്ട ആവശ്യമില്ല, മടുപ്പ് വരേണ്ട ആവശ്യമില്ല. ഇത് സത്യമാണിത്, എന്നും കേൾക്കുന്ന കാര്യമാണിത്. ക്രിസ്തുവിന് വേണ്ടിയുള്ള തുറന്നു കൊടുത്താൽ കൊടുങ്കാറ്റുകളെല്ലാം ശാന്തമാകും, എല്ലാ കൊടുങ്കാറ്റും. ആ വാക്യം ഒന്നുകൂടെ വായിക്കും. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. ഈശാനമൂലൻ വിരോധമായി, ആ യാത്രക്കാർക്ക് വിരോധമായി ഈശാനമൂലൻ അടിക്കുകയാണ്. പക്ഷേ ഒരു ഭാഗ്യം, ആ കപ്പലിൽ പൗലോസ്ലീഹ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധന അതിനകത്തുണ്ടായിരുന്നു, പൗലോസ്ലീഹ ഉണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ വളരെ വിനയത്തോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരാൾ ഒരു വിശുദ്ധനായി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒറ്റയ്ക്കൊരാൾ, വേറെ ആരും വേണ്ടെന്നല്ല, അതിനുവേണ്ടി വിഷമിക്കേണ്ട. ഒറ്റയ്ക്കൊരാൾ കപ്പലിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ കാണാം മാറ്റങ്ങളെല്ലാം. മറ്റുള്ളവർക്കും അത് രക്ഷയ്ക്ക് കാരണമായി തീരും, മറ്റുള്ളവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാനൊരാൾ എൻ്റെ ഭവനത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു വിശ്വസ്ത പുരുഷനായി നിൽക്കും, ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധിയുള്ള മനുഷ്യനായി ഞാൻ നിൽക്കും എന്നുള്ള ഒരു തീരുമാനങ്ങൾക്കുണ്ടെങ്കിൽ ഇതുവരെ കഴിഞ്ഞതെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. ഭയപ്പെടേണ്ട, വ്യക്തമാണ് കാര്യം. ഞാനൊരാൾ എൻ്റെ കർത്താവെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ, ലോകത്തിൻ്റെ രസങ്ങളിലേക്കും സുഖങ്ങളിലേക്കും പോകാതെ, ലോകത്തിൻ്റെ ആഡംബരങ്ങളിലേക്കും പ്രൗഢിയിലേക്കും പോകാതെ, ഞാനൊരാൾ യേശുക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി നിൽക്കാൻ ഇതാ എന്നെ ഞാൻ വേർതിരിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷം തന്നെ ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ ഉള്ളതിലേക്ക് കടന്നു വരും. അത്രമാത്രം അടുത്താണ് കർത്താവ് നിൽക്കുന്നത്. ക്രിസ്തു വാതിൽക്കൽ തന്നെ വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള അന്തക്ഷോഭങ്ങൾ, ആന്തരികമായ വിക്ഷോഭങ്ങൾ, ഹൃദയത്തിലുള്ളതായ സംഘട്ടനങ്ങൾ, അന്തസംഘട്ടനങ്ങൾ, ഇതെല്ലാം മാറും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കടത്തേക്ക് ചില ഭാരമുണ്ട്, ഒരുപടി രൂപ കടം, വിഷമമാണ്. ആളുകൾ ചോദിക്കുന്നത് എന്ത് ചെയ്യും? വിഷമമാണ്. അല്ല, രോഗത്തെക്കുറിച്ചുള്ള ഭാരം, എന്ത് ചെയ്യും? ചികിത്സയൊന്നും ഫലിക്കുന്നില്ല, ഡോക്ടേഴ്സ് പോലും കൈവിടുന്നു. ഇനി ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ വല്ല പാലിയേറ്റീവ് യൂണിറ്റിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയാൽ വേദന സഹിക്കാൻ ഉള്ള മരുന്നുകളൊക്കെ അവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് വിടുന്നു. ആകെ ജീവിതം തീരുകയാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, തീരുകയാണെന്ന് തോന്നുന്ന സമയത്തും യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലുണ്ട് എന്ന് വരികിൽ തീർച്ചയായും നിങ്ങൾക്ക് സൗഖ്യം തന്ന് നിങ്ങളെ ഈ ഭൂമി ഇനിയും ആയുസ് നീട്ടിത്തരാൻ ദൈവം ശക്തനാണ്. അത് നിങ്ങൾ വിശ്വസിക്കുക. ദൈവം ശക്തനാണ്, ദൈവം സർവ്വശക്തനാണ്. അനേകം അനുഭവങ്ങളുണ്ട് ദൈവമക്കൾക്ക്, ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പോകുന്ന ദൈവമക്കൾക്ക് അനേകം അനുഭവങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി
ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവിചാരിതമായി ദൈവകൃപ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ട്, അനേകർ കണ്ടിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. യേശുക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിനെ നാം ഒരു ദിവസം നേരിട്ട് കാണാൻ പോവുകയാണ്. നാം നേരിട്ട് കാണും, മുഖാമുഖം കാണും. ഇപ്പോൾ കണ്ണാടി കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. നാം മുഖാമുഖമായി കാണും ഒരു ദിവസം. അങ്ങ് മരണത്തിൻ്റെ യോർദാൻ കടന്ന് നാം മറുകര എത്തുമ്പോൾ ആ മറുകരെ ആ ശുഭ തുറമുഖത്ത് നമ്മെ കാത്തു നിൽക്കുന്ന രക്ഷകനെ നാം കാണും. സ്തോത്രം. അവനെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈർന്നണിയും. അവനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ത്രസിക്കും. അവനെ കാണുമ്പോൾ നാം നമ്രമുഖികളായി മുഖം താഴ്ത്തി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അവനെ കാണുമ്പോൾ നാം അവൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടുന്നവരായിത്തീരും. അവനെ കാണുമ്പോൾ ദൈവമേ നാം കാണുമ്പോൾ നാം ഞെട്ടിത്തരിച്ചു പോകും. ഹല്ലേലൂയ. ആരാണിത്? ആരാണ്? അപ്പോൾ ഞാൻ മനസ്സിൽ ഭാവിച്ചിരുന്ന ഒരു യേശുണ്ട്, മുൾമുടിയേറ്റ്, മുഖത്ത് അടിയേറ്റ്, കവിളുകളിൽ രോമകൂപങ്ങളിൽ രക്തം തുളിച്ചു നിന്ന്, ചങ്കിൽ കുന്തം കൊണ്ട് കുത്തേറ്റ്, കൈകളും കാലുകളും ആണിയടിച്ച് കുരിശോട് ചേർത്ത് അടിച്ച് തകർത്ത്, അങ്ങനെ ഒരു വേദനയുടെ പ്രതിരൂപമായ ഒരു യേശുവിനെ അല്ല, ആ യേശുവിനല്ല കാണുന്നത്. അത് ക്രൂശിച്ച് മരിച്ചുപോയി കടന്നുപോയ യേശു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, തേജോമയനായി ജീവിക്കുന്നു. സ്തോത്രം. അവൻ ധരിച്ചിരിക്കുന്നത് സ്വർഗ്ഗ കിരീടമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ആഭരണ വിഭീഷണനായി നിൽക്കുന്നു. അവൻ ചൈതന്യവത്തായ ശക്തി പകർന്നുകൊണ്ട് നിൽക്കുന്നു. സ്തോത്രം. അവനെ അക്രദേശത്ത് നാം കാണുന്നു. തേജോമയനായ യേശുവിനെ കാണുന്നു. പാട്ടുകാരൻ പാടി തേജസ്സിലെ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. തേജസ്സിലെ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉള്ളത്തിൽ തിരിച്ചറിയൂ, യേശുക്രിസ്തുവിന് മുഖാമുഖമായി കാണുന്നൊരു നാൾ എനിക്ക് കിട്ടും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഈ മരണയോർദാനിൽ താണ് പോയിട്ട് നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകാൻ നമുക്കാർക്കിട വരരുത്. നാം ഓരോരുത്തരും നിത്യസ്വർഗത്തിൻ്റെ അത്യുത്തമ സോപാനങ്ങളിലെത്തേണ്ടവരാണ്. ആ ഉത്തുംഗ സോപാനങ്ങളിലെത്തി ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. സ്വർണ്ണ തെരുവീതിയിൽ കൂടി നിന്ന് നടക്കേണ്ടവരാണ്. പഴങ്കടൽ തീരത്ത് കൂടുന്ന ആഘോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോകേണ്ടവരാണ്. സ്തോത്രം. നമ്മുടെ രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ കൂടെ ആ സ്വർഗീയ പളുങ്കടൽ തീരത്തുകൂടി അവിടെ സ്വച്ഛസ്ഫടിക സംകാശമായ ആ സ്വർഗീയമായ സന്തോഷത്തിൻ്റെ മധുരിമയിൽ ആനന്ദിച്ച് നൃത്തം ചെയ്തുകൊണ്ട് പോകേണ്ടവരാണ്. സ്തുതിയാണ് അപ്പോൾ പാട്ട്. സ്തുതി ഇവിടെ വെച്ച് ഈ സ്തുതി തുടങ്ങുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് സ്തുതി തുടങ്ങുകയാണ്. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ സ്തുതി തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത്, മേൽപ്പെട്ടവരെങ്കിൽ സ്വർഗീയമാലകമായി സ്തുതിക്കുന്നത് പോലെ ബലഹീന ഭാവികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയമാലകമായി സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ സ്തുതിക്കുന്നതെന്നാണ്. പരേതനെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ആളെ യാത്ര അയച്ച് അവിടെ നിൽക്കുന്നവർ ഒരുമിച്ച് പറയുകയാണ്, ഈ ആത്മാവിത അക്കരയ്ക്ക് പോയിരിക്കുന്നു. അത്യുന്നതങ്ങൾ സ്വർഗീയമാലകമായി സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും ചേർന്ന് സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സ്തുതിയിൽ നാം നിത്യതയിൽ പങ്കുചേരുന്നു. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അന്തസംഘർഷങ്ങളുണ്ട്. ഇവിടെ കൊടുങ്കാറ്റുണ്ട്, ഈശാനമിൽ നിന്ന് കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ അമ്പരപ്പിലായിരുന്നു. പൗലോസ്ലീഹ അവരെ ധൈര്യപ്പെടുത്തി. നമുക്ക് വായിക്കാം, തുടർന്ന് വായിക്കാം. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണൽത്തിട്ടമേൽ അകപ്പെടും എന്ന് പേടിച്ച് പായ ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകയായിരുന്നു. ചരക്ക് പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വളരെ ദയനീയമായി പോയി. അതിനകത്തുള്ള 276 പേരും ഒരാളൊഴികെ, 276 ഒരാളൊഴികെ എല്ലാവരും നിരാശരായി. എല്ലാവരും. എൻ്റെ സഹോദരി സഹോദരന്മാരെ,
നിങ്ങളാരെല്ലാം നിരാശരായിട്ടിരിക്കുന്നുണ്ട്? ഇല്ല, നിരാശരായിട്ട് ഇന്ന് മനസ്സ് വാടിയിരിക്കുന്നുണ്ട്, ഉള്ള് വാടി തളർന്നിരിക്കുന്നുണ്ട്. ഉണ്ട്, നിരാശയ്ക്കുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിരാശപ്പെടാനുള്ളതായ വിഷയങ്ങളില്ലേ? ഉണ്ട്. ഓരോന്ന് ഓർത്താൽ നിരാശയ്ക്ക് കാരണങ്ങളുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ നിരാശയ്ക്ക് ആവശ്യമില്ല. സർവ്വവല്ലഭൻ എൻ്റെ നാഥനായിട്ടുണ്ട്, സകലത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്, സകല പ്രകൃതിശക്തിയെയും നിയന്ത്രിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശരാകേണ്ടി വരികയില്ല, നിങ്ങൾ തള്ളേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ നാളായിട്ട് സൂര്യനെ കാണുന്നില്ല, എല്ലാം ഇരുളടഞ്ഞിരിക്കുന്നു, എപ്പോഴും രാത്രി, അതോ ഭയങ്കരമായ കൂരിരുട്ട്. ഈ പെരുവെള്ളത്തിൻ്റെ മീതെ ഒരല്പം പോലും വെളിച്ചമില്ല, മുഴുവൻ ശൂന്യത മാത്രം, വേറെ കൂരിരുട്ട് മാത്രം. അമ്പരപ്പിലായിരുന്നു. വളരെ നാളായിട്ട് സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം പോലും ഇല്ലാതായി. ഇല്ലേ, നിരാശ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരും. ഭക്ഷണം വേണം തോന്നുകയില്ല. ഏറ്റവും പ്രിയപ്പെട്ടവരെ കടന്നുപോയി കഴിയുമ്പോൾ ഇനി എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഏറ്റവും പ്രിയപ്പെട്ടവർ, വിട്ടുരിയാൻ പാടില്ലാത്ത സ്നേഹത്തിലിരുന്നവർ പെട്ടെന്ന് കടന്നുപോയാൽ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് തോന്നുകയില്ല. എല്ലാം അലങ്കോലപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. സ്വാഭാവികമാണ്, കുറ്റം പറയാൻ നിർവാഹമില്ല, ഏത് മനുഷ്യനും വരാവുന്നതാണ്. പക്ഷേ ഇവിടെ എന്താണ് കാണുന്നത്? അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ശരിയാണ്, നിങ്ങൾ തെറ്റുപറ്റി, അവിടെ പുറപ്പെടേണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ പുറപ്പെടേണ്ടെന്ന്. പക്ഷേ തെറ്റുപറ്റി. എങ്കിലും ഇതുവരെ തെറ്റുപറ്റി. എടുത്ത ചുവടുവയ്പ്പുകളെല്ലാം തെറ്റിപ്പോയി, എടുത്ത പദ്ധതികളെല്ലാം പൊളിഞ്ഞുപോയി. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എങ്കിലും സ്തോത്രം, ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. പിന്നെ കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ വ്യക്തമായ എള്ളപ്പാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, കപ്പലിന് മാത്രമേ കേടുവരികയുള്ളൂ, നിങ്ങളുടെ ആരുടെയും പ്രാണങ്ങൾ കേടുവരികയില്ല, ആരും മരിക്കേണ്ടി വരികയില്ല. ഈ കപ്പലിൽ വെച്ച് കപ്പൽ ഛേദം വന്ന് നിങ്ങളാരും മരിക്കേണ്ടി വരികയില്ല. കാരണം അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വചനം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, വചനം വെച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ട്, വ്യക്തമായൊരു വചനം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നതുമായ ദൈവം തമ്പുരാൻ എൻ്റെ അടുക്കൽ വന്നു, ഈ രാത്രി എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, പൗലോസേ, നീ ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ കൂടെയുള്ളവരെ എല്ലാവരെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ഇവരാർക്കും ഒരു പ്രാണനും ഹാനി വരികയില്ല. എന്നോടല്ല ചെയ്ത് നിവൃത്തി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ഭൗതിക ജീവിതത്തിൽ ഇത്രയും കാലം ഒരുപടി അലങ്കോലങ്ങളെല്ലാം വന്നുപോയി, ഒരുപടി പ്രയാസങ്ങൾ വന്നുപോയി, എനിക്ക് താങ്ങാൻ വയ്യാത്ത കെടുതികൾ വന്നുപോയി. ഇന്ന് എൻ്റെ ഹൃദയം വളരെ വിക്ഷുബ്ധമാണ്, എൻ്റെ ഹൃദയം ആടി ഉലയുകയാണ്, എൻ്റെ ജീവിതം തന്നെ ആടി ഉലയുന്നു. കർത്താവേ, ഇന്നതാണ് കാരണം അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ പോലും എൻ്റെ മനസ്സ് ആദി കൊണ്ടിരിക്കുന്നു. ആകെ ഒരു ആദിയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടെ കർത്താവേ? യേശു, എനിക്കൊരു ഉറപ്പ് തരണമേ, എനിക്കൊരു ധൈര്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്നവരെല്ലാവരും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് ഇപ്പോൾ, അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ്
അപ്പോസ്തലനായ പൗലോസിന് ധൈര്യം കൊടുത്ത അതേ ആത്മാവ് ഇന്ന് എൻ്റെ അരികത്ത് നിന്ന് വാദിക്കുന്നത് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. സ്തോത്രം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ പലതും കഴിഞ്ഞുപോയി കർത്താവേ. എന്നാൽ അന്ന് അപ്പോസ്തലനായ പൗലോസിന് ധൈര്യം കൊടുത്ത അതേ വചനം, അതേ ജീവനുള്ള ദൈവം, അതേ ജീവിപ്പിക്കുന്ന ആത്മാവ് ഇപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പ്രസരിക്കണമേ, പ്രവർത്തിക്കണമേ കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കണമേ കർത്താവേ. ഇപ്പോൾ എന്നോട് ധൈര്യപ്പെട്ടിരിക്കാൻ പറയണമേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ധീരത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഞാൻ ഭീരുവായിരിക്കുന്നു, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു, ഞാൻ നാളെ എന്തെന്നറിയാതെ ഞാൻ ആകുലപ്പെട്ടിരിക്കുന്നു, ആധികളും വ്യാധികളും എന്നെ മൂടിയിരിക്കുന്നു കർത്താവേ. എനിക്ക് മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ല, ഒരു ചുവട് മുന്നോട്ട് വെച്ചു പോകാൻ എനിക്ക് സാധിക്കുന്നില്ല കർത്താവേ. മനസ്സലിയണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവർ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാണാം ദൈവത്തെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവം സ്നേഹം മാത്രമാണ്, ദൈവം കരുണ മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. ഞാൻ അനുഭവിച്ചു ദൈവം സ്നേഹം മാത്രമാണെന്ന്. എന്നും ദൈവം സ്നേഹമാണെന്ന് ഞാൻ അനുഭവിച്ചു. ഞാനും നിരാശപ്പെട്ട സന്ദർഭങ്ങളുണ്ട്, പക്ഷേ ഞാൻ അനുഭവിച്ചു ദൈവം സ്നേഹമാണെന്ന്. ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല എന്ന്. ഒരേ ഒരു കാര്യം മാത്രം മതി, എൻ്റെ വഴികളെ ഞാൻ വിട്ടുകളഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ വന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ വഴികളെ ഞാൻ വിട്ടുകളയുക, എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളെ ഞാൻ വിട്ടുകളയുക, എൻ്റെ സ്വന്തം താല്പര്യങ്ങളെ ഞാൻ വിട്ടുകളയുക, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ വിട്ടുകളയുക, എൻ്റെതെന്ന് ഞാൻ വിചാരിക്കുന്നതെല്ലാം വിട്ടുകളയുക. അപ്പോഴുണ്ട് ദൈവത്തിന് സ്നേഹമെന്ന് എന്നെ പൊതിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ തന്നെ ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ അനുഭവം ലഭിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നതിൻ്റെ അരികത്ത് വന്ന് ക്രിസ്തു നിങ്ങളോട് വാദിക്കും, നിങ്ങൾ വിശ്വസിക്കുക. ക്രിസ്തു നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ വിശ്വസിക്കുക. ആ അദൃശ്യനായ ക്രിസ്തു, അത്ഭുത കാരുണ്യവാനായ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് സംസാരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾ പറയുക, കർത്താവേ എൻ്റെ ഇളകി പറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ കർത്താവേ ഒരു ശാന്തത തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വശം കെട്ടുപോയ ജീവിതത്തിൽ ഒരു സമാധാനം തരണമേ കർത്താവേ. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വയ്യാതെ ഞാൻ തളർന്നുപോയി ഈ ജീവിതത്തിൽ കർത്താവേ. എന്നെ തളർച്ച മാറ്റി എന്നെ ധൈര്യപ്പെടുത്തണമേ, എനിക്ക് ശക്തി തരണമേ, എനിക്ക് ബലം തരണമേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോഴുണ്ട് കഴിഞ്ഞതെല്ലാം മാറുകയാണ്, എല്ലാം മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ ഒരു വാക്യം പ്രത്യേകം നിങ്ങൾ കാണാൻ പിടിക്കേണ്ടതാണെന്ന് തോന്നുന്നു. വാക്യം വായിക്കൂ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പൗലോസ്ലിയായ്ക്ക് അങ്ങനെ കിട്ടും, ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞ് പരിശുദ്ധനല്ലേ? തീർച്ചയായിട്ടും പൗലോസ്ലിയായ്ക്ക് അങ്ങനെ നേരിട്ട് ദൈവത്തിൻ്റെ ദൂതനൊന്ന് സംസാരിച്ചു വരും. ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ, എന്നോട് അങ്ങനെ സംസാരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം സത്യമായും സ്നേഹം മാത്രമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾ കേൾക്കും ഈ ശബ്ദം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന് നിന്നു. സ്തോത്രം. എൻ്റെ ദൈവവും എൻ്റെ ഉടയവനും ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനുമായ ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, നീ ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ. ദൈവനോട് പറഞ്ഞ് ധൈര്യത്തോടിരിപ്പാനാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം കിട്ടിയാൽ പിന്നെ അധൈര്യമില്ല, പിന്നെ സംശയമില്ല. നല്ല ഉറപ്പാണ്, നല്ല കെട്ടുറപ്പാണ്, നല്ല സമാധാനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അനേകം അനുഭവങ്ങൾ നിസ്സാരനായി എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അനേകം അനുഭവങ്ങൾ. അതുകൊണ്ടൊക്കെയാണ് ഞാനിന്ന് കർത്താവിനെ പിൻപറ്റുന്നത്. അനേക അനുഭവങ്ങൾ, സജീവമായ അനുഭവങ്ങൾ, വ്യക്തമായ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിരാശ മാറ്റിയ അനുഭവങ്ങൾ, എൻ്റെ ഭീരുത്വം മാറ്റിയ അനുഭവങ്ങൾ, തളർന്നു പോയ ജീവിതത്തിന് ഉന്മേഷം പകർന്നിയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ജീവിതം തകർത്ത് കളഞ്ഞ ജീവിതത്തിൽ പിശാച് എല്ലാം തകർത്ത് കളഞ്ഞിരുന്നു. എല്ലാം കുടുംബത്തിൻ്റെ ഐശ്വര്യം നശിപ്പിച്ചിരുന്നു പിശാച്. ഈ കുടുംബത്തിൽ ഒരു സമയത്ത് നല്ല ഐശ്വര്യമായിരുന്നൊക്കെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിരുന്നു എന്ന്. നെല്ലുമുണ്ട്, പണവുമുണ്ട്, അപ്പന് ബിസിനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. ദൈവമേ, എന്നാൽ നിരാശയുടെ ആ ചുഴിയിൽ താണു പോയിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരു ഉടമസ്ഥനുണ്ട് എന്ന്, എൻ്റെ ഉടയവനുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ഉടയവനെ ഞാൻ കണ്ടെത്തിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. യേശു ക്രിസ്തു ഉടയവനായിട്ടുണ്ട് എന്ന്. ക്രിസ്തു
ഇത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ കാതുകളിലും ക്രിസ്തു മന്ദമായി പറയുന്നുണ്ട്, ഉടയവനായി എന്നെ നീ സ്വീകരിക്കുമോ മോനെ, മോളെ നീ എന്നെ ഉടയവനായി സ്വീകരിക്കുമോ? ഉടയവനായി, ഉടമസ്ഥനായി. സ്തോത്രം. ഉടമസ്ഥനായ ഒരാളുണ്ട്. സ്തോത്രം. അത് വലിയ ആവേശമാണ്. ഉടയവനായ ഒരാളുണ്ട്, ഉടമസ്ഥനായ ഒരാളുണ്ട്, കാര്യം നോക്കാൻ ഒരാളുണ്ട്, എല്ലാം നിയന്ത്രിക്കാൻ ഒരാളുണ്ട്, എല്ലാം ഭരിക്കാൻ ഒരാളുണ്ട്. എൻ്റെ വഴിക്കല്ല അവൻ്റെ വഴിക്ക് എന്നെ കൊണ്ടുപോകാൻ ഒരാളുണ്ട്. എൻ്റെ വഴി തെറ്റാണ്, എൻ്റെ വഴി അധർമ്മമാണ്, എൻ്റെ വഴി അനാഥത്വം കൊണ്ടതാണ്, എൻ്റെ വഴി നിരാശ പുരേണ്ടതാണ്, എൻ്റെ ജീവിതം തളർന്നുപോയ ജീവിതമാണ്. പക്ഷേ യേശു ഒരു ഉടയവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നു, സത്യവഴി കാണിച്ചു തരുന്നു. സഹോദരങ്ങളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സത്യപാതയിലേക്ക് നിങ്ങൾ ഓടി വരുവീൻ, എല്ലാം മറക്കുവീൻ. ഈ ലോകം താൽക്കാലികം മാത്രം, ജീവിതം നിസ്സാരമാണ്. ഇന്ന് നാം ഇവിടെ ഇരിക്കുന്നു, നാളെ എന്ത് നമുക്ക് അറിഞ്ഞുകൂടാ. നാളെ പ്രഭാതം നമുക്ക് കാണുമോ? ആർക്കറിയാം? ഉറപ്പൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നാളെ ഒരു പക്ഷേ ഈ നേരത്തിന് മുൻപ് നമ്മുടെ ചിലരുടെ ശരീരം മണ്ണടിയിലാകുമോ? ആർക്കറിയാം? അതുപോലെ അറിയുന്നില്ല. അത്രമാത്രം ക്ഷണികവും അത്രമാത്രം നശ്വരവുമാണ് മനുഷ്യ ജീവിതം. എന്നാൽ ഓർക്കുക, മാറാത്ത ഒരാളെ കൂടെയുണ്ട്. സ്തോത്രം. എന്ത് സംഭവിച്ചാലും യേശു കൂടെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. എന്ത് സംഭവിച്ചാലും മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ. ഉടയവനായ യേശുവിനെ കിട്ടുക. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ഈ ഹൃദയത്തിൽ എഴുന്നള്ളി വരാൻ വേണ്ടി. കർത്താവേ, എനിക്ക് മനസ്സിലായി, കർത്താവേ എനിക്ക് മനസ്സിലായി, നിനക്ക് എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ഇടമില്ല. ഇവിടെ അഴുക്കുണ്ട്, ഇവിടെ അശുദ്ധിയുണ്ട്, ഇവിടെ കോപാക്രാന്തമായ പെരുമാറ്റമുണ്ട്. ഹൃദയത്തിൽ പുറമേ കാണിക്കുന്നില്ലെങ്കിലും കോപം പുകയുന്നുണ്ട്. കർത്താവേ, ഞാൻ ആശിക്കുകയാണ്, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അഭിവാദന ചെയ്യുകയാണ്. കർത്താവേ, ഇപ്പോൾ ഒന്ന് മനസ്സലിഞ്ഞ് ഈ അശുദ്ധമായ ഹൃദയത്തിലേക്ക്, ഇരുളടഞ്ഞ ഹൃദയത്തിലേക്ക് യേശുനാഥ ഒന്ന് എഴുന്നള്ളി വരണമേ. എൻ്റെ ഈ പാപമയമായ ഹൃദയത്തിൽ നാഥ നീ ഒന്ന് വസിക്കണമേ. എനിക്ക് ഈ ലോകത്തിൽ വരെ ഒന്നും വേണ്ട കർത്താവേ, യേശു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ദിവ്യവചനങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കിട്ടിയ ഈ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ വിട്ടു തരുന്നതിനായി സ്തോത്രം. അതിനായി ഇതിൻ്റെ ആത്മാവ് ഞങ്ങൾ ഹേമിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാന വ്യാപാരം ഞങ്ങളുടെ മേൽ അടിച്ചു വന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണമേ കർത്താവേ, എല്ലാവരെയും കൈക്കൊള്ളണമേ കർത്താവേ. ഇന്ന് ഈ വചനം കേട്ടവരുടെ മേൽ തൃക്കരം വെച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. എല്ലാ നന്മകളാലും ഐശ്വര്യത്താലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.